അങ്ങനെ നമ്മൾ രാവിലെ ലെസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗെയ്സ്. ലെസ്റ്റർ പറഞ്ഞത് ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസ് വരെ ഒന്ന് ചെല്ലാനാണ്. ഇന്ന് ലെസ്റ്റർ ഒരു മിഷൻ തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് $20,000 തരാമെന്നാണ് പറഞ്ഞത് ലെസ്റ്റർ. ഇനി നമുക്ക് പെട്ടെന്ന് നേരെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസിലോട്ട് പോയേക്കാം. പേജും വന്നിട്ടുണ്ടെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. പേജും വന്നിട്ടുണ്ടെന്നാണ് ഹാക്കൊക്കെ ചെയ്യാൻ. നമുക്ക് നേരെ പെട്ടെന്ന് പോയേക്കാം ഗൈസ്. ഇത് മൈക്കിളിൻ്റെ കാറാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മുടെ വീട്ടിൽ രാവിലെ ട്രേസിയും ജിമ്മിയും കൂടെ ഒന്ന് വന്നായിരുന്നു കറങ്ങാനായിട്ട്. ഇവിടെ കാർ ഇട്ടിട്ട് പോയി ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസിലോട്ട് പോകണം. ഇവിടെ ഒരു ഇടവഴി കൂടാണ് പോകുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഭയങ്കര പൊട്ടയും ഇടിയാണ് ഗൈസ് ഇവിടെ. ലെസ്റ്റർ ആരും ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസ് പോകാതിരിക്കാനാണ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയും വേറെ വഴിയുണ്ട്. നമ്മൾക്ക് ഈ വഴി തന്നെ ഒന്ന് വന്ന് നോക്കിയതാണ് ഗൈസ്. അങ്ങനെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ലെസ്റ്ററിൻ്റെ ജീവ് വാഗണും പിന്നെ ലെസ്റ്ററിൻ്റെ ബൈക്കും പിന്നെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ട്രക്കും കിടപ്പുണ്ട്. ഇതൊക്കെ സീക്രട്ട് വെഹിക്കിൾസാണ്. ലെസ്റ്ററിന് സ്വന്തമായിട്ട് വെഹിക്കിൾസ് ഒന്നുമില്ല. ഇത് വിനാമിയായിട്ട് എടുത്തേക്കുന്ന വെഹിക്കിൾസാണ് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസിനകത്തോട്ട് കയറിയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് കയറുവാണ് ഗൈസ്. നമുക്ക് നേരെ അകത്തോട്ട് പോയേക്കാം ഗൈസ്. നമുക്ക് നേരെ അകത്തോട്ട് പോകാം ഗൈസ്. ലെസ്റ്റർ പറഞ്ഞത് നമ്മൾ നേരെ വണ്ടി കയറി നമ്മുടെ ബാങ്കിലോട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ലെസ്റ്ററും പേജും കൂടെ ഈ ട്രക്കിൽ അവിടെ വന്ന് നിൽക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ കാണാത്തെടുത്ത് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ലെസ്റ്റർ തന്ന ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ടു. മാസ്കും പിന്നെ മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ നമ്മുടെ കാർ എടുക്കാം ഗൈസ്. ജിയു ആണ് എടുക്കുന്നത്. ജിയു വാഗൺ ഗൈസ്. ഇത് ലെസ്റ്റർ ഇപ്പായിട്ട് എടുത്തതാണ് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോയേക്കാം ഗൈസ്. നമ്മുടെ ജിയു വാഗൺ എടുത്ത് ലെസ്റ്റർ പുറമെ ആ ട്രക്കി എത്തിക്കോളും ഗൈസ്. മൈക്കിളിൻ്റെ വണ്ടി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് നേരെ നമ്മുടെ ബാങ്കിലോട്ട് പോയേക്കാം ഗൈസ്. ഇവിടെ അടുത്ത് തന്നെയാണ് യൂണിയൻ ബാങ്ക് ഗൈസ്. നമുക്ക് പെട്ടെന്ന് നേരെ യൂണിയൻ ബാങ്കിലോട്ട് പോയേക്കാം ഗൈസ്. അവിടെ കാണുന്നുണ്ട് യൂണിയൻ ഡെപ്പോസിറ്ററി. നമുക്ക് നേരെ പെട്ടെന്ന് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ യൂണിയൻ ഡെപ്പോസിറ്ററിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റോബറി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈറം മുറങ്ങുന്നുണ്ട്. സൈറം മുഴങ്ങി. പെട്ടെന്ന് രക്ഷപ്പെടണം ഗൈസ്. സൈറം ഭയങ്കരമായിട്ട് മുഴങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ പോലീസ് എത്തും ഗേസ്. നമുക്ക് എസ്കേപ്പ് ഇടാം ഗേസ്. ഇപ്പൊ പോലീസ് എത്തും ഗേസ്. പോലീസുകൾ എത്തിയിട്ടുണ്ട്. പോലീസുകാരന്മാർ പറഞ്ഞിട്ടുണ്ട് നിർത്താനായിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഗൈസ്. അറസ്റ്റ് ചെയ്താൽ നമ്മുടെ പൈസ മൊത്തം പോകുന്നതാണ് ഗൈസ്. പിന്നെ ലെസ്റ്റർ എന്നെ പിടിച്ച് തൂക്കിക്കൊള്ളുന്നതായിരിക്കും ഗൈസ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഗൈസ്. അല്ലെങ്കിൽ ലെസ്റ്റർ എനിക്ക് പൈസ ഒന്നും തരത്തില്ല ഗൈസ്. നമ്മൾ പെട്ടെന്ന് പോകണം ഗൈസ്. അല്ലെങ്കിൽ ലെസ്റ്റർ നമ്മളെ പിടിച്ചിരിക്കാനും സാധ്യതയുണ്ട് ഗൈസ്. നമ്മൾ പെട്ടെന്ന് നേരെ പോയേക്കാം ലെസ്റ്ററും പേജിൻ്റെ അടുത്തോട്ട്. ലെസ്റ്റർ ഇപ്പോൾ സീക്രട്ട് ബേസിൽ ഇരിക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് പോയേക്കാം പറപ്പിച്ച്. അത് എയർപോർട്ടിൻ്റെ അടുത്താണ് വരുന്നത് നമ്മുടെ സീക്രട്ട് ബേസ്. നമ്മൾ പറപ്പിച്ച് പോകണേ നമ്മുടെ സീക്രട്ട് ബേസിലോട്ട്. അങ്ങനെ നമ്മൾ സീക്രട്ട് ബേസിൻ്റെ വഴി കൂടെ ഒക്കെ പോകണേ ഗെയ്സ്. അയ്യോ സാറന്മാർ പോകുന്നുണ്ട് ഗെയ്സ്. അവന്മാരൊക്കെ എന്തൊരു സീനാണ് ഗെയ്സ്. അവന്മാർ ഭയങ്കര സീനാണ് ഗെയ്സ്. പോലീസുകാരന്മാരാക്കുന്നത് ഗെയ്സ്. നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഇട്ടേ പറ്റൂ. നമ്മുടെ ജീവവാഗണം തകരാറിലൊക്കെ ആവുന്നുണ്ട് ഗെയ്സ്. നമുക്ക് എസ്കേപ്പ് ഇട്ടേ പറ്റൂ ഗെയ്സ്. അല്ലെങ്കിൽ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നിന്നെ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ രക്ഷപ്പെട്ടിരിക്കണം ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇടിച്ച് തെറപ്പിച്ചൊക്കെ പോവുകയാണ് ഗെയ്സ്. നമ്മളൊന്നും വക വയ്ക്കുന്നില്ല ഗെയ്സ്. അങ്ങനെ നമ്മൾ ഇടിച്ച് പറപ്പിച്ച് പോവുകയാണ് ഗെയ്സ്. അങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഗെയ്സ്. ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസ് ദൂരെ കാണുന്നുണ്ട് ഗെയ്സ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഗെയ്സ്. അയ്യോ സാറന്മാരെ എന്നെ ഇടിക്കല്ലേ സാറന്മാരെ. സാറന്മാരെ സീനാക്കുന്ന വെറുതെ ഗെയ്സ്. നമ്മൾ നേരെ പോകണം ഗെയ്സ്. അയ്യോ നമ്മുടെ ജിയുടെ ഡോറൊക്കെ പോയിട്ടുണ്ട് ഗെയ്സ്. അയ്യോ അമ്മച്ചി നമ്മുടെ ജിയുടെ ഡോറൊക്കെ പോയി. ജിയു ആകെ സീനായിട്ടുണ്ട് ഗെയ്സ്. പുറകിലത്തെ ഡിക്കി ഡോറൊക്കെ പോയിട്ടുണ്ട് ഗെയ്സ്. നമ്മുടെ വിൻഡോസും ഒക്കെ പോവറായിട്ടുണ്ട് ഏകദേശം ജിയുവിൻ്റെ ഗെയ്സ്. നമ്മൾ നേരെ നമ്മുടെ ജിയു എടുത്ത് പോവുകയാണ് ഗെയ്സ്. നമ്മൾ പെട്ടെന്ന് എസ്കേപ്പ് ഇട്ടണം ഗെയ്സ്. നമുക്ക് ഈ ചാട്ടം ഒന്ന് ചാടണം ഗെയ്സ്. അന്നേരം ചിലപ്പോൾ സാറന്മാർ പോയാലോ നമ്മുടെ ചാട്ടം ചാടി അപ്പുറത്ത് പറന്നെത്തും ഗെയ്സ്. അപ്പോഴത്തേക്ക് നമുക്ക് സാറന്മാരൊക്കെ പോയി കിട്ടുമായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ 1 സ്റ്റാർ കുറഞ്ഞ് കിട്ടി ഗൈസ്. ഇനി 1 സ്റ്റാറും കൂടെ ഉള്ളൂ ഗൈസ്. ഈ സ്റ്റാർ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റണം ഗൈസ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തിരിഞ്ഞ് ഈ സ്റ്റാർ കളയണം ഗൈസ്. അല്ലെങ്കിൽ സാറന്മാരാകെ സീനാകും ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ സ്റ്റാർ കളയണം ഗൈസ്. അങ്ങനെ നമ്മൾ ലെഫ്റ്റൻ്റെ സീക്രട്ട് ബേസ് ഏകദേശം എത്താറായിട്ടുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ 1 സ്റ്റാർ കളയണം ഗൈസ്.
നമ്മൾ ചുറ്റിയോ തിരിഞ്ഞോ അങ്ങനെയെങ്കിലും കളയാം ഗെയ്സ് പിന്നെയും സാറന്മാരെന്നെ വന്ന് ഭയങ്കരമായിട്ട് ഇടിച്ച് കലക്കി സീനാക്കിയിട്ടുണ്ട് മച്ചാന്മാരെ. നമ്മൾ നേരെ വേഗത്തിൽ പോവാണ് മച്ചാന്മാരെ ആകെ സീനായിട്ടുണ്ട് മച്ചാന്മാരെ. നമ്മൾ നേരെ പറപ്പിക്കണം അയ്യോ അമ്മേ എന്നെ ഇടിച്ചേ നിങ്ങൾ ഈ സമയത്ത് സബ്സ്ക്രൈബും ലൈക്കും അടിക്കാൻ മറക്കല്ലേ നമ്മൾ പോകണം എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഇടണം അങ്ങനെ ഏകദേശം പോലീസൊക്കെ പോകാറായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് സാറന്മാർ പിന്നെയും അങ്ങ് വന്ന് ഇടിച്ച് സീനാക്കുവാണ് എന്തൊരു കഷ്ടമാണ് ഈ ലോസ് ആഞ്ചലസ് പോലീസിനെ കൊണ്ട് തോറ്റില്ല നമുക്ക് നേരെ പെട്ടെന്ന് നമ്മുടെ സ്ഥലത്തോട്ട് പോയേക്കാം അയ്യോ എന്തൊരു സീനാണ് അവന്മാർ സീനാക്കുവാണ് പോലീസുകാർ നമുക്ക് എങ്ങനെയെങ്കിലും പോലീസിൽ നിന്ന് എസ്കേപ്പ് ഇടണം നമുക്ക് എസ്കേപ്പ് ഇടണം ഇപ്പോൾ പോലീസിൻ്റെ സ്റ്റാറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാറന്മാരെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അവർ നമ്മളെ തെറ്റിദ്ധരിച്ചായിരിക്കും ഇപ്പോൾ ചുമ്മാ നിൽക്കുമായിരിക്കും നമുക്ക് ഈ സമയം കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ലെസ്റ്ററിൻ്റെ സീക്രട്ട് ബേസിൽ എത്തിയേക്കാം നമ്മുടെ വെഹിക്കിളൊക്കെ മൈക്കിളിന് കൊടുത്തെന്നാണ് തോന്നുന്നത്. പിന്നെ ലെസ്റ്ററിൻ്റെ ബാക്കി വെഹിക്കിൾസൊക്കെ ലെസ്റ്റർ സീക്രട്ട് ബേസിനകത്ത് കയറ്റിക്കാണും നമ്മൾ പെട്ടെന്ന് പോയേക്കാം. ഇവിടെ ലെസ്റ്ററിൻ്റെ ബൈക്ക് മാത്രമാണ് പുറത്തിരിക്കുന്നത് ബാക്കി വെഹിക്കിൾസൊക്കെ ഇവിടെ പോകുന്നത് എനിക്കറിയത്തില്ല ലെസ്റ്ററിൻ്റെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കാണും അങ്ങനെ നമ്മൾ ലെസ്റ്റർ പറഞ്ഞത് എസ്കേപ്പ് ഇടാനാണ് ഈ കുതിരയെടുത്ത് എയർപോർട്ടിൽ പൈലറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ലെസ്റ്ററിൻ്റെ ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത്. ക്ലിൻ്റൺ എന്നാണ് പേര് ആ പൈലറ്റിൻ്റെ. നമുക്ക് പെട്ടെന്ന് പോവാം. അതിന് വേണ്ടി നമുക്കൊരു കുതിരയെ തന്നിട്ടുണ്ട് ഇത് ലെസ്റ്ററിൻ്റെ കുതിരയാണ് ലെസ്റ്റർ പറഞ്ഞത് എയർപോർട്ട് വരെ പാൻ ഉപയോഗിച്ചോളാനാണ് അങ്ങനെ നമ്മൾ ലെസ്റ്ററിൻ്റെ കുതിരയെ കയറി നേരെ നമ്മുടെ എയർപോർട്ടിലോട്ട് പോകണം ഈ കുതിര ആകെ സീനാണല്ലോ എന്തൊരു കഷ്ടമാണ് കുതിരയെ. നീ എന്താ കരയാത്ത കുതിരയെ? ഇത് പറഞ്ഞാൽ അനുസരിക്കുന്ന കുതിരയാണെന്നാണ് തോന്നുന്നത്. കിടക്കാച്ചി കുതിരയാണെന്നാണ് തോന്നുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഇട്ട് വേറെ നാട്ടിൽ എത്തണം നമ്മൾ നേരെ വേറെ നാട്ടിൽ പോകാൻ വേണ്ടി പൈലറ്റിൻ്റെ അടുത്ത് ചോദിക്കുവാണ്. നിങ്ങളാണോ പൈലറ്റ്? ആണ് മോനെ, കേറിക്കോ. നമ്മള് ദുബായിലോട്ടാ പോകുന്ന. നീ ഹാപ്പി അല്ലേ? ഹാപ്പിയോ? നാടും വീടും വിട്ടു പോകുന്ന ഹാപ്പി. റോബറി കേസൊക്കെ കഴിയുമ്പോ തിരിച്ചെത്താം. വിട് പൈലറ്റ് ചേട്ടാ, പെട്ടെന്ന് വിടണേ, പെട്ടെന്ന് വിട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ഡെയിലി കമൻറ്റും ചെയ്യുക. അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്തേക്കണം. അഭിപ്രായം അത് മസ്റ്റാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ. ലൈക്ക് അടിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.